ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല്ല. ഇനിയെന്നും ഭാഗം 13. നിങ്ങളെല്ലാവരും കരുതുന്നത് പോലെ AD കൺസ്ട്രക്ഷന്റെ യഥാർത്ഥ MD ഞാനല്ല, അത് മറ്റൊരാളാണ്. ആ ആളാണ് ഇന്ന് കമ്പനിക്ക് വേണ്ടി പ്രൊജക്റ്റ് പ്രസന്റേഷൻ ചെയ്യുന്നത്. ഞാൻ MD ആയി എല്ലാവരുടെയും മുന്നിൽ നിന്നത് യഥാർത്ഥ MDക്ക് ഈ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ നടത്തുവാൻ പേഴ്സണലായ കുറച്ച് പ്രോബ്ലംസ് ഉള്ളതുകൊണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ PA മാത്രമാണ്. കിരൺ പറഞ്ഞതും ആ ഒരാളെ കാണുവാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു. ഹിയർ ഐ വെൽക്കം മിസ്റ്റർ അബ്രഹാം ഡേവിഡ് ജോൺ കളത്തിപ്പറമ്പിൽ, ഓണർ ഓഫ് AD Constructions, for the presentation. I know all of you know Mr. David as he was the owner of DJ Construction some time before. നിറഞ്ഞ ചിരിയോടെ ഡേവിഡ് സീറ്റിൽ നിന്നും എഴുന്നേറ്റതും ദക്ഷിന്റെയും ദിയയുടെയും മുഖം വിളറി വെളുത്തു. കിരണിന്റെ ആണെന്ന് കരുതിയിരുന്ന കമ്പനി ഡേവിഡിന്റെ ആണെന്ന തിരിച്ചറിവ് അവരിൽ ഭയം നിറച്ചു. ഹായ് ഓൾ, ആസ് കിരൺ സെഡ്, ഐ വാസ് ദി ഓണർ ഓഫ് DJ കൺസ്ട്രക്ഷൻ. നിങ്ങളിൽ പലർക്കും അതറിയില്ല എന്നെനിക്കറിയാം. നിങ്ങളുടെയൊക്കെ വിചാരത്തിൽ എന്റെ പപ്പ ജോൺ ആയിരുന്നു DJ കൺസ്ട്രക്ഷന്റെ MD. ചില പേഴ്സണലായ കാര്യങ്ങളെ കൊണ്ട് എനിക്ക് ആ കമ്പനി ദിയ വിഷ്ണുവർദ്ധന് ഹാൻഡ് ഓവർ ചെയ്യേണ്ടി വന്നു. അതിനുശേഷമാണ് അടുത്ത കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് അപ്പോഴും എൻ്റെ ഓണർഷിപ്പിലാണ് കമ്പനി എന്ന് റിവീൽ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അതുകൊണ്ടാണ് അത് രഹസ്യമാക്കി വെച്ചത്. നൗ ഈ കഴിഞ്ഞ കാലത്തിനുള്ളിൽ AD കൺസ്ട്രക്ഷൻ മാർക്കറ്റിൽ അതിൻ്റെതായ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് എന്നെ പോലെ നിങ്ങൾക്ക് അറിയാലോ. സോ ഇനി ഈ മേഖലയിൽ ഞാനും ആക്റ്റീവായിട്ടുണ്ടാകും. DJ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ MD ആദ്യം ഡേവിഡ് ആയിരുന്നു എന്നതും ഇപ്പോൾ AD കൺസ്ട്രക്ഷനും ഡേവിഡിന് സ്വന്തമാണെന്നുള്ളതും എല്ലാവർക്കും ഷോക്കിംഗ് ആയ വാർത്ത തന്നെയായിരുന്നു. കാരണം എല്ലാവരും ജോണിനെയാണ് DJ കൺസ്ട്രക്ഷന്റെ MD ആയി കരുതിയിരുന്നത്. ഒപ്പം എന്തിന് ഇത്രയും വലിയൊരു കമ്പനി മറ്റൊരാൾക്ക് വിറ്റു എന്ന് പലരിലും സംശയമുണ്ടാക്കി. കാരണം ഇന്നത്തെ ആ കമ്പനിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. എന്തിന് ഏകദേശം തകർന്ന അവസ്ഥയിൽ തന്നെയാണ്. സംശയങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ആരും ഒന്നും ആ സമയം ചോദിക്കാൻ മുതിർന്നില്ല. അവൻ പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന് തെളിയിക്കുന്നത് പോലെയായിരുന്നു അവന്റെ പ്രസന്റേഷൻ മുന്നോട്ട് പോകുന്തോറും എല്ലാ കമ്പനികളുടെയും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു. അത് ഡേവിക്ക് തന്നെ കിട്ടുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു. ഇടയ്ക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റാത്തത് കൊണ്ട് മാത്രം ദിയയും ദക്ഷും ഉയർന്നു വന്ന ദേഷ്യം കടിച്ചമർത്തിയിരുന്നു. എല്ലാം കഴിഞ്ഞ് പ്രൊജക്റ്റ് സ്വന്തമാക്കി ഡേവിഡും കിരണും കിച്ചുവും ഹാളിന് പുറത്തേക്ക് ഇറങ്ങി. കാറിന്റെ അടുത്തേക്ക് വേഗത്തിൽ നടക്കുന്ന ദക്ഷിണയെയും ദിയയെയും കണ്ടപ്പോൾ ഡേവിഡിന് ചിരി വന്നു. ഹലോ. ഡേവിഡിന്റെ ശബ്ദം കേട്ടതും രണ്ടുപേരും പിടിച്ചു കെട്ടിയ പോലെ നിന്നു. ശാന്തമായ മുഖത്തോടെ ഡേവിഡ് ദക്ഷിന് മുന്നിൽ ചെന്ന് രണ്ടു കൈയും കെട്ടി നിന്നു. നീ പറഞ്ഞത് ശരിയാ. പലരുടെയും ചതിയിൽ രാജ്യവും സിംഹാസനവും നഷ്ടപ്പെട്ട് വനവാസത്തിന് പോയ രാമൻ തന്നെയാണ് ഞാൻ. എന്നാൽ ഒരു കാര്യം നീ മറന്നു. വനവാസം കഴിഞ്ഞ് തിരിച്ചെത്തിയ രാമൻ അതിലെ ശക്തിയോടെ തന്റെ ആയതെല്ലാം തിരിച്ചു പിടിച്ചിരുന്നു. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് ദാ ഈ രാമൻ തന്നെയാണ്. എന്നിൽ നിന്നും നീ തട്ടിപ്പറിച്ച DJയുടെ പതനം ഇന്നത്തോടെ പൂർണ്ണമാവും. എനിക്ക് അർഹതപ്പെട്ടതൊന്നും മറ്റൊരാൾ അനുഭവിക്കുന്നത് എനിക്കിഷ്ടല്ല. അത് ഇന്നത്തോടെ ആങ്ങളയ്ക്കും പെങ്ങൾക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആ പിന്നെ ഈ പ്രൊജക്റ്റ് കിട്ടിയ സന്തോഷത്തിൽ നാളെ എൻ്റെ വീട്ടിൽ വെച്ച് ഒരു പാർട്ടി നടത്തുന്നുണ്ട്. രണ്ടുപേരും മറക്കാതെ അങ്ങ് വന്നേക്കണം. ഡേവിഡിന്റെ സംസാരം ദക്ഷിൽ വല്ലാത്ത ദേഷ്യം നിറച്ചു. പക്ഷേ മുന്നിൽ നിൽക്കുന്നവനോട് എന്തെങ്കിലും പറഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്ത് ഓർത്തപ്പോൾ സ്വയം അടങ്ങി. ദക്ഷിൽ നിന്നും മാറി നിന്ന് ദേവി നേരെ ചെന്നത് ദിയയുടെ അടുത്തേക്കായിരുന്നു. നേരത്തെ നീ എന്നെ നോക്കുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ട് തന്നെ വീട്ടിൽ ചെന്നിട്ട് ഡെറ്റോൾ ഇട്ട് നന്നായി ഒന്ന് കുളിക്കണം. നിന്നെ പോലുള്ള അവളുമാരുടെ ദൃഷ്ടിപ്പെട്ടാൽ തന്നെ എത്ര കുളിച്ചാലും അതിന്റെ കേടു മാറില്ല. പിന്നെ നിന്റെ കരണ ഞാൻ പോയിക്കാത്തത് നിന്നെ അടിച്ച് എന്റെ കൈ നാറ്റിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ്. പക്ഷേ ഒന്ന് നീ ഓർത്തോ, എന്റെ ഒരു മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. എനിക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട്. അതിന്റെ തുടക്കമാണ് നീ ഇന്ന് കണ്ടത്. സ്വത്തും സമ്പാദ്യവും വിട്ടിട്ട് ജീവനെങ്കിലും
എന്നിൽ നിന്നും ഔദാര്യമായി കിട്ടുവാൻ ഇപ്പോളെ നീ മുട്ടിപ്പായി പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. പക്ഷേ ഫലമുണ്ടാവുമെന്ന് തോന്നുന്നില്ല. നീയും നിന്റെ ചേട്ടനും കൂടി ചെയ്ത പാപങ്ങൾക്ക് എണ്ണി പകരം ചോദിച്ചിരിക്കും ഈ ദേവി. പിന്നെ ഒന്നോർത്തോ, ഒരിക്കൽ വേണ്ടെന്ന് വെച്ചത് ഒന്നിനും ഒരു കാരണവശാലും ദേവിയുടെ ജീവിതത്തിൽ പിന്നെ സ്ഥാനമുണ്ടാവില്ല. അതുകൊണ്ട് എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാം എന്ന് എന്തെങ്കിലും വ്യാമോഹമുണ്ടെങ്കിൽ മോൾ അത് മുളയിലേ നുള്ളിക്കളഞ്ഞോ. അത്രയും പറഞ്ഞ് രണ്ടാളെയും രൂക്ഷമായി ഒന്നുകൂടി നോക്കി ദേവി തിരിഞ്ഞു നടന്നു. ദിയ, ഇനി നമ്മൾ എന്ത് ചെയ്യും? അവനെ പേടിക്കണം. നമ്മളെ മുച്ചൂടും മുടിപ്പിച്ച് അവൻ പിന്മാറൂ. എന്തെങ്കിലും ഉടനടി ചെയ്തില്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകും. നീ പറ, ഇനി എന്ത് ചെയ്യും? ദക്ഷ് ചോദിച്ചതും ദേവിയിൽ തന്നെ കണ്ണുറപ്പിച്ചു നിന്നവൾ തിരിഞ്ഞ് ദക്ഷിനെ നോക്കി പുഞ്ചിരിച്ചു. അടുത്തത് നാളെ നമ്മൾ പോകുന്നു ഡേവിഡ് ക്ഷണിച്ച പാർട്ടിക്ക്. എന്റെ അമ്മായി അച്ഛനെയും അമ്മായിയമ്മയും കണ്ടിട്ട് കുറെ കാലായി. നേരിട്ട് പോയൊന്ന് കാണണം. ദിയ പറഞ്ഞതും ദക്ഷിന്റെ മുഖം സംശയത്താൽ ചുരുങ്ങി. നീ എന്താ വീണ്ടും അവനുമായി സംബന്ധമുണ്ടാക്കാൻ പോവാണോ? ഒരിക്കൽ അവൻ നിന്നെ അവന്റെ ജീവിതത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയത് എന്റെ പെങ്ങ മറന്നുപോയോ? ഒപ്പം അവനിപ്പോൾ നിന്നോട് പറഞ്ഞതൊന്നും നീ കേട്ടില്ലേ? നിന്നെ നോക്കുന്ന അവന്റെ കണ്ണുകളിൽ വെറുപ്പും മറപ്പും മാത്രമാണ്. ദഷ് പരിഹാസത്തോടെ ചോദിച്ചതും ദിയയുടെ മുഖത്തെ ഭാവം മാറി ദേഷ്യം നിറഞ്ഞു. കഴിഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വന്നതും അവൾ അറിയാതെ കവളിൽ കൈവെച്ചുപോയി. ഒന്നും ഞാൻ മറന്നിട്ടില്ല. എനിക്ക് വേണം അവനെ. അന്ന് സ്വത്തിന് വേണ്ടിയായിരുന്നു ഞാൻ അവന്റെ ജീവിതത്തിലേക്ക് ചെന്നത്. പക്ഷേ ഇപ്പോൾ അവനെ സ്വന്തമാക്കുവാൻ വേണ്ടിയാണ് പോകുന്നത്. എന്നെ തൊടാൻ അറപ്പുള്ളവനെ എന്റെ ശരീരത്തിലെ ഓരോ അണുവിലും തൊടിപ്പിക്കും ഞാൻ. അത് കഴിഞ്ഞ് അവനെ തറ പറ്റിക്കാൻ എനിക്കറിയാം. എന്തൊക്കെയോ ഊട്ടിയുറപ്പിച്ച് ദിയ പറഞ്ഞതും അവളോട് പിന്നെ ഒന്നും എതിർത്തു പറയാൻ ദക്ഷ് നിന്നില്ല. വീട്ടിലേക്ക് വളരെ സന്തോഷത്തോടെ കയറി വരുന്നവരെ കണ്ടതും ദേവുവിന് സമാധാനമായി. ഹാളിൽ ഇരുന്ന് പ്രൊജക്റ്റ് കിട്ടിയതിന്റെ വിശേഷങ്ങളും പാർട്ടിയെ പറ്റിയുമൊക്കെ ഡേവിഡ് മേരിയോടും ജോണിനോടും പറയുന്നത് എല്ലാം ദേവ് കേട്ടിരുന്നെങ്കിലും അവളുടെ മനസ്സ് നിറയെ തനിക്ക് മുന്നിൽ ജീവനില്ലാതെ കിടക്കുന്ന തന്റെ അച്ഛന്റെയും അമ്മയുടെയും മുഖമായിരുന്നു. അമ്മേ, അച്ഛ, അവർക്കെതിരെയുള്ള ദേവിട്ടുയിലെ ആദ്യത്തെ ജയം. നേരിട്ടല്ലെങ്കിലും എന്നെപ്പോലെ തന്നെ അതിന് അർഹതയുള്ളവന്റെ കയ്യിൽ നിന്നും അവർക്ക് തിരിച്ചടി കിട്ടിയിരിക്കുന്നു. സ്വത്തിനു വേണ്ടി സ്വന്തം അച്ഛനെയും അമ്മയും വരെ കൊന്നൊടുക്കിയ അവർക്ക് ഈ പരാജയം വലിയ അടി തന്നെയായിരിക്കും. തീർന്നില്ല അവരുടെ പൂർണ്ണ പതനം. അതാണ് എന്റെ ലക്ഷ്യം. അതിന് നേരിട്ടിറങ്ങാൻ എനിക്കിപ്പോൾ സാധിക്കില്ല. പക്ഷേ ഡേവിഡ്, എനിക്ക് അവനൊപ്പം നിന്നേ പറ്റൂ. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. കഴിഞ്ഞുപോയ കാലങ്ങൾ ഓർക്കവേ അതിലെ നല്ലതും പൊട്ടയുമായ ഒരുപാട് ഓർമ്മകൾ മനസ്സിലേക്ക് കടന്നു വന്നതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അടുക്കളയിലേക്ക് വെള്ളം കുടിക്കുവാനായി വന്ന ഡേവിഡ് കാണുന്നത് കണ്ണുകൾ നിറച്ച് ഏതോ ലോകത്ത് എന്ന പോലെ സ്ലാബിൽ ചാരി നിൽക്കുന്ന ദേവുവിനെയാണ്. അവളുടെ ആ എല്ലാം മറന്നുള്ള നിൽപ്പ് അവനിൽ സംശയം നിറച്ചു. എന്തോ പറയുവാനായി അവൾക്കടുത്തേക്ക് നടന്ന ഡേവിഡ് മുന്നിലെ കാഴ്ച കണ്ട് ഒരു നിമിഷം തളഞ്ഞു നിന്നു. എന്തോ കത്തുന്ന മണമാണ് ദേവുവിനെ ചിന്തകളിൽ നിന്നും തിരികെ കൊണ്ടുവന്നത്. തിരിഞ്ഞു നോക്കി അവൾ തന്റെ സാരിയിൽ പടർന്നു പിടിച്ചിരിക്കുന്ന തീ കണ്ടതും ഒരു നിമിഷം എന്തു ചെയ്യുമെന്നറിയാതെ മിഴിച്ചു നിന്നു. അതേ നിമിഷം തന്റെ സാരി ശക്തമായി ആരെ പിടിച്ചു വലിക്കുന്നതും അത് തന്റെ ദേഹത്തു നിന്ന് അഴിഞ്ഞു മാറുന്നതും ദേവു മനസ്സിലാക്കി. ദേവി സാരി പിടിച്ചു വലിച്ച ശക്തിയിൽ അവൾ വട്ടം കറങ്ങി ഡേവിഡിന്റെ നെഞ്ചിലേക്ക് അവൾ ഇടിച്ചു നിന്നു. വല്ലാതെ ഭയന്ന കാലം അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് ഒതുങ്ങി നിന്നു. താൻ ചേർന്ന് നിൽക്കുന്ന നെഞ്ചിലെ താളവും വല്ലാതെ ഉയർന്നിരിക്കുന്നു എന്ന് തോന്നിയതും ദേവു മുഖം ഉയർത്തി മുന്നിൽ നിൽക്കുന്ന ആളെ നോക്കാൻ പോയതും കവളിൽ ശക്തമായ അടികിട്ടി നിലത്തേക്ക് വീണതും ഒരുമിച്ചായിരുന്നു. എന്ത് സ്വപ്നം കണ്ടോണ്ട് നിൽക്കുകയായിരുന്നു മോളെ നീ? അടുക്കളയില് സ്വന്തം ദേഹത്ത് തീ പടർന്നു പോലും അറിയാതെ ഇവിടെ കണ്ണീരൊലിപ്പിച്ച് നിൽക്കാൻ മാത്രം ആരടി നിന്റെ ചത്തത്? ഡേവിഡിന്റെ അലർച്ച കേട്ടതും കവളിൽ കൈവച്ച് ദേവു ഇരുന്നിടത്തു നിന്നും മുഖം ഉയർത്തി നോക്കി. അവളുടെ നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകൾ അവനെ കൂടുതൽ അസ്വസ്ഥനാക്കി. അവളിലേക്ക് പടർന്നു കയറുന്ന അഗ്നി കണ്ടതും എന്തിനെന്നു പോലും അറിയാതെ
തന്റെ ശരീരത്തിലുണ്ടായ വിറയലും ഭയവുമാണ് ദേഷ്യമായി അവളെ നേരെ തീർത്തത്. ദേഷ്യം അടങ്ങാതെ അടുത്തിരുന്ന വെള്ളത്തിന്റെ ജഗ് എടുത്ത് നിലത്തേക്ക് ആഞ്ഞെറിഞ്ഞു ദേവി. അതിന്റെ ശബ്ദം കേട്ട് പുറത്തുനിന്ന് മേരിയും ജോണും കിരണും കിച്ചുവും അടുക്കളയിലേക്ക് വന്നതും കാണുന്നത് നിലത്തിരുന്നു കൊണ്ട് കരയുന്ന ദേവുവിനെയും അവൾക്കടുത്ത് ക്രോധത്തോടെ നിൽക്കുന്ന ദേവിയെയുമാണ്. ഡാ, ഇതാണ് ദേവഭദ്ര. തന്റെ മുന്നിലുള്ള പെണ്ണിനെ നോക്കിക്കൊണ്ട് കിച്ചു കിരണിനോട് രഹസ്യമായി ചോദിച്ചതും എനിക്കറിയില്ല എന്ന് അവൻ കൈമലർത്തി കാണിച്ചു. ഇച്ചായൻ അവളെ എന്തെങ്കിലും ചെയ്തോ? അവളെ സാരി എവിടെ? കിരൺ തിരിച്ച് കിച്ചുവിനോട് ചോദിച്ചതും അവനും അറിയില്ല എന്ന പോലെ കൈമലർത്തി. അയ്യോ മോളെ, ദേവു എന്തു പറ്റി? ആവലാതിയോടെ മേരി ദേവുവിന്റെ അടുത്ത് ചെന്നിരുന്നതോ. അത്രയും നേരം ഭയന്നിരുന്ന ദേവു മേരിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അവളുടെ കരച്ചിലും രൂപവും എല്ലാം കണ്ട് കിച്ചുവും കിരണും ദേവിയെ നോക്കിയതും അവൻ സ്വയം മുഷ്ടി ചുരുട്ടി ദേഷ്യം അടക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. ദേവി, എന്തെവിടെ ഉണ്ടായേ? എന്തിനാ ദേവിമോൾ കരയുന്നേ? ജോൺ ചോദിച്ചതും ദേവി ഉണ്ടായ കാര്യം പറഞ്ഞു. നിങ്ങൾ തലയെ കയറ്റി വെച്ചിട്ടാ ഇവൾക്ക് ഇത്രയ്ക്ക് അഹങ്കാരം. അടുക്കളയിൽ നിന്നാണ് അവളെ സ്വപ്നം കാണൽ. ദേവി വീണ്ടും ഉറഞ്ഞു തൊള്ളി തുടങ്ങിയതും മേരി ഇടപെട്ടു. നീയൊന്ന് അടങ്ങ് ദേവി. തമ്പുരാൻ സഹായിച്ച് കുഞ്ഞിന് ആപത്തൊന്നും സംഭവിച്ചില്ലല്ലോ. അത്രയും പറഞ്ഞ് നെഞ്ചിൽ ചാരിയിരിക്കുന്ന ദേവുവിനെ അകറ്റി മാറ്റി അവൾക്ക് വെള്ളമെടുക്കുവാനായി അവർ എഴുന്നേറ്റു. പുറത്തേക്ക് പോകുവാനായി നിന്ന ദേവി വാതിലേക്ക് നിൽക്കുന്നവരെ കണ്ട് പല്ല് കടിച്ചു. ദേവിയുടെ ഇപ്പൊ കടിച്ചു തിന്നും പോലുള്ള നോട്ടം കണ്ട് കിച്ചുവും കിരണും പകച്ച മുഖത്തോട് മുഖം നോക്കി. സംശയം തോന്നി തിരിഞ്ഞു നോക്കിയ അവർ കണ്ടത് ജെയിംസും കൂട്ടുകാരും തങ്ങൾക്ക് പിന്നിൽ നിന്ന് അവരുടെ കണ്ണുകളാൽ ദേവുവിന്റെ ശരീരത്തിലെ നഗ്നതയെ കാർന്നു തിന്നുന്നതാണ്. അത് കണ്ടത് അവരിരുവരുടെയും മുഖവും ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി. ദേവിയെ നോക്കിയതും അവൻ പാഞ്ഞു ചെന്ന് ദേവുവിനെ നിലത്തു നിന്നും കയ്യിൽ പിടിച്ചു വലിച്ച് നേരെ നിർത്തി. അവൾക്കും ജെയിംസിനും കൂട്ടുകാർക്കുമിടയിൽ മറയാൻ നിന്നു. ദേവു അവന്റെ പ്രവൃത്തിയിൽ ഞെട്ടി നോക്കിയതും ദേവി അവന്റെ ഷർട്ട് അഴിച്ച് അവളെ തോളിലൂടെ ഇട്ടുകൊടുത്തു. അപ്പോഴാണ് താൻ ഏതവസ്ഥയിലാണ് ഇത്രയും നേരം നിന്നിരുന്നത് എന്ന ബോധം അവൾക്കുണ്ടായത്. ദേവിയുടെ നോട്ടം പോകുന്നിടത്തേക്ക് നോക്കിയ ദേവു ജെയിംസിനെയും കൂട്ടുകാരെയും കണ്ടതും അവളെ ചുടികളിൽ അവൾ പോലും അറിയാതെ ഒരു പുഞ്ചിരി വിടർന്നു. അവന്റെ ഷർട്ട് ഒന്നുകൂടി അവൾ തന്റെ ദേഹത്തേക്ക് ചേർത്ത് പിടിച്ചു. നിന്ന് ഇളിക്കാതെ കേറിപ്പോടി അകത്തേക്ക്. ദേവിയുടെ അലർച്ച കേട്ടതും ദേവു റൂമിലേക്ക് ഓടി. അവൾക്കു പിന്നാലെ അവനെ നോക്കി പേടിപ്പിച്ച് മേരിയും നടന്നുപോയി. ദേവി ദേഷ്യത്തോടെ തന്നെ ജെയിംസിന്റെ അടുത്തേക്ക് ചെന്നു നിന്നു. നിന്നെ കുടുംബത്തെ കയറ്റാൻ പറ്റാത്തവനാണെന്ന് എനിക്ക് പണ്ടേ അറിയാം. ഇപ്പോ നിന്റെ കൂട്ടുകാരും നിന്നെ പോലെ തന്നെയാണെന്ന് മനസ്സിലായി. നിങ്ങളുടെ കയ്യിലെ ചെത്തിത്തരവും കൊണ്ട് അവൾ അടുത്തേക്ക് ചെന്നാൽ അറിയാലോ എന്നെ, മക്കള് താങ്ങില്ല. അതുകൊണ്ട് അവളിലുള്ള നോട്ടം അങ്ങ് നിർത്തിയേക്ക്. കേട്ടോടാ. ഇടത് കൈകൊണ്ട് തന്നെ മീശ പിടിച്ചു വെച്ച് ദേവി പറഞ്ഞതും ജെയിംസ് ഒഴികെ ബാക്കി എല്ലാവരും പേടിയോടെ തലയാട്ടി. ജെയിംസ് അവനെ നോക്കി ഒന്ന് പുച്ഛിച്ച് തിരിഞ്ഞു നടന്നു. അപ്പോഴും അവന്റെ മനസ്സിൽ നേരത്തെ കണ്ട അവളുടെ ശരീര സൗന്ദര്യമായിരുന്നു. അവളിൽ കണ്ട നഗ്നത അവനെ മത്തുപിടിപ്പിച്ചിരുന്നു. കാമം നിറഞ്ഞ അവന്റെ കണ്ണുകളിൽ അവളുടെ മുഖത്തെ സൗന്ദര്യമില്ലായ്മയേക്കാൾ അവളുടെ ശരീരത്തിന്റെ സൗന്ദര്യം നിറഞ്ഞു നിന്നു. ഒരു തവണയെങ്കിലും അത് ആവോളം ആസ്വദിക്കണം എന്നവൻ മനസ്സാലെ ഉറപ്പിച്ചു. മേരി കൊടുത്ത സാരി ഉടുക്കുവാൻ വേണ്ടി കയ്യിലെടുത്തപ്പോഴാണ് തന്റെ ശരീരത്തിൽ പറ്റിക്കിടക്കുന്ന ഡേവിഡിന്റെ ഷർട്ട് അവൾ ശ്രദ്ധിക്കുന്നത്. കുറച്ചു മുന്നേ നടന്ന കാര്യങ്ങൾ ഓർക്കവേ അവളിൽ ഒരു സന്തോഷം ഉടലെടുത്തു. എന്നാൽ അടുത്ത നിമിഷം തലേ ദിവസം താൻ അവന്റെ കവളിൽ കൈവീച്ചടിച്ചത് ഓർമ്മ വന്നതും അവളിലെ സന്തോഷം കുറ്റബോധത്തിലേക്ക് വഴിമാറി. പിന്നിൽ വാതിലടയുന്ന ശബ്ദം കേട്ടു ദേവ് തിരിഞ്ഞു നോക്കിയതും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് പകച്ചു നിന്നു.